ഇപ്പോൾ ഈ ഡോക്ടർ ജി ജന്മശതാബ്ദിക്ക് ശേഷം പിന്നെ ഗുരുജി ജന്മശതാബ്ദിയാണോ വലിയ സമ്പർക്കം? അത് അതിന് മുൻപ് ഇടയ്ക്കെന്തെങ്കിലും പരിപാടി? അതിനു മുമ്പ് നടന്നു 2000 സംഘത്തിൻ്റെ 75ാം വാർഷികം. അപ്പോൾ ആ സമയത്ത് വിപുലമായ 1 മാസം നീണ്ടുനിൽക്കുന്ന സമ്പർക്കം തന്നെ നടന്നു. ഇലക്കലേഖയൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ ഞാനന്ന് കുരുക്ഷേത്രയിലാണ് ജോലി ചെയ്യുന്നത്, പ്രചാരഷിപ്പിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം. അപ്പോൾ അന്ന് അതിൻ്റെ സാഹിത്യങ്ങളൊക്കെ തയ്യാറാക്കാനും ആ സാഹിത്യങ്ങൾ കേരളത്തിലെ എല്ലാ ഭാഗത്തും എത്തിക്കാനുമുള്ളൊരു ഇതിൽ ഞാൻ പങ്കാളിയായി. അതേസമയം തന്നെ ഞാൻ എൻ്റെ ജില്ലയിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തു സമ്പർക്കത്തിൽ. അതിൽ എൻ്റെ ഖണ്ഡ്, അതായത് അങ്കമാലി ഖണ്ഡ്, അന്ന് അരവിന്ദൻ എന്ന് പറഞ്ഞൊരു കാര്യവാഹമായിരുന്നു, താലൂക്ക് കാര്യവാഹം. അപ്പോൾ വളരെ ആക്റ്റീവായിരുന്നു. നമ്മൾ അങ്കമാലി താലൂക്ക്, അന്നത് താലൂക്കിലെ മുഴുവൻ സ്ഥലങ്ങളിലും സമ്പർക്കം ചെയ്തു. മുഴുവൻ സ്ഥലങ്ങളിലും, അതായത് എല്ലാ വീടുകളിലും, മുഴുവൻ സ്ഥലങ്ങളിലും എല്ലാ വീടുകളിലും സമ്പർക്കം ചെയ്തു. എനിക്ക് തോന്നുന്നു ആ ഖണ്ഡിൽ ഒരു 80% വീടുകൾ, 80% വീടുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കന്യാസ്ത്രീ മഠങ്ങളിൽ പോയിരുന്നു, പള്ളികളിൽ പോയിരുന്നു, പള്ളിയിലെ അച്ഛന്മാരെ പോയിരുന്നു, അവിടെയൊക്കെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ പോയ സ്ഥലം കാലടി താലൂക്കിലാണ്. അപ്പോൾ ഈ സമ്പർക്കം തുടങ്ങുന്ന ദിവസം ഈ ഒരു ഹർത്താൽ വന്നു. അപ്പോൾ അന്ന് നമ്മുടെ വിഭാപ്രചാരകൻ M. രാധാകൃഷ്ണൻ ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്യൂ, സമ്പർക്കം തുടങ്ങുന്ന ദിവസം യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ സമ്പർക്കം തുടങ്ങുന്ന ദിവസം ഹർത്താലായ കാരണം കൊണ്ട് നിങ്ങൾ തലേ ദിവസം അവിടെ പോയി താമസിച്ച് ഹർത്താൽ നമ്മൾ ഉപയോഗപ്പെടുത്താം. സമ്പർക്കം പേടിയാണല്ലേ, ഹർത്താലെല്ലാം വീട്ടിലുണ്ടാവും. അപ്പോൾ അന്ന് തൊട്ട് 2 ദിവസം മുമ്പാണ് ജില്ലാ കാര്യകാരി. അപ്പോൾ അതിൽ വെച്ചാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ പോയത് കാലടി താലൂക്കിലാണ്, തലക്കോട്ട് പറമ്പ് ആ ഭാഗത്താണ്, മഞ്ഞപ്ര ഭാഗത്ത്. അപ്പോൾ അവിടെ തലേദിവസം ചെന്നു, തലേദിവസം ഒരു വീട്ടിൽ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ സ്വയംസരായിട്ട് നമ്മൾ ഈ സമ്പർക്കത്തിന് പോയി. 3 ബാച്ചായിട്ട് പോയി. 3 ബാച്ചായിട്ട് പോയിട്ട് ഉച്ചയ്ക്ക് ഒന്നിച്ച് കാണണം. അതിനുശേഷം 3 മണിക്ക് വീണ്ടും പോകണം, ശാഖയിൽ വരണം. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ ഒരു 3 ബാച്ച് കരിങ്ങാലിക്കാട് ശാഖ ആണ്. ആ 3 ബാച്ചായിട്ടൊന്ന് ഏകദേശം ഒരു 100 വീടിൻ്റെ അടുത്ത് സമ്പർക്കം ചെയ്തു. പിന്നെ ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരെ നമ്മൾ പരിചയപ്പെട്ടു, ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അന്ന് ചർച്ച ചെയ്യാനായിട്ട് സാധിച്ചു. പിന്നെ ഒരു ദിവസം മലയാറ്റൂർ പോയിരുന്നു. മലയാറ്റൂർ നമ്മളൊരു ദിവസം പോയി മലയാറ്റൂർ പ്രധാനപ്പെട്ട വ്യക്തികളെ, കുറേ പേര് SNDP നേതാക്കന്മാരെ, കൃഷി നേതാക്കന്മാരെ കണ്ടു. അപ്പോൾ അവർക്ക് സംഘത്തെപ്പറ്റി നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പിന്നെ അവർ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, നമ്മളൊക്കെ അതിന് മറുപടി പറഞ്ഞു. ആ രീതിയിൽ നല്ല രീതിയിൽ ആ സമ്പർക്കം മുന്നോട്ട് പോയി. പിന്നെ കാലടി ടൗണിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ, കോളേജ് പ്രൊഫസേഴ്സ്, അവരെ കാണാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ അവരും സംഘത്തെപ്പറ്റിയൊക്കെ ഒരു ധാരണയുള്ളവരാണ്. പക്ഷേ എങ്കിലും ആനുകാലികമായ കുറേ കാര്യങ്ങൾ, സംഘം എങ്ങനെ അതിനെയൊക്കെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ അന്ന് പലരും ഈ ആസാം, അതുപോലെ നാഗാലാൻഡ്, ആ സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, മതമാറ്റ കാര്യത്തെ പറ്റിയൊക്കെ ചർച്ച ചെയ്തതായിട്ട് ഓർക്കുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മറികടക്കും എന്നുള്ള രീതിയിൽ ആത്മവിശ്വാസം നമ്മൾ പ്രകടിപ്പിച്ചു. അപ്പം അന്ന് സമ്പർക്കത്തിൽ അവരോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ ചെറിയ തോതിൽ ഓർക്കുന്നുണ്ട്. ഗുരുജി ജന്മശതാബ്ദി പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ഹൈലൈറ്റായിരുന്നു നമ്മുടെ രാഷ്ട്രരക്ഷാ സഞ്ചലനം, ഘോഷിൻ്റെ ഒരു സഞ്ചലനം ഉണ്ടായിരുന്നു. അത് വലിയൊരു പരിപാടിയായിരുന്നു. അതിനുവേണ്ടി ധാരാളം തയ്യാറെടുപ്പുകൾ നടന്നു. പിന്നെ അത് നല്ല ആവേശത്തോടെ ആദ്യത്തെ ഒരു പരിപാടിയാണല്ലോ, ഫസ്റ്റ് പരിപാടിയാണല്ലോ. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് നടന്നു. ആ സമയത്തും ഗംഭീരമായിട്ടുള്ള സമ്പർക്കം നടന്നു. വീടുകളിലൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സമ്പർക്കം നടന്നു. എല്ലാ സ്ഥലങ്ങളും എല്ലാ വീടുകളും സമ്പർക്കം ചെയ്യേണ്ട ലക്ഷ്യം നമ്മൾ വെച്ചിരുന്നു. അതിൽ ആ സമ്പർക്കവും നമുക്ക് വളരെ ഗുണം ചെയ്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു അന്ന് സംഘത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമായിരുന്നു. അതായത് നമ്മൾ ഒരു പരിപാടി ഒന്ന് നടത്തിയിരുന്നു, അത് ഞാൻ കൃത്യമായിട്ട് ഓർക്കേണ്ടത്. അതായത് സാമുദായിക നേതാക്കന്മാരെ, SNDP, NSS, അതുപോലെ ഈ ക്ഷേത്ര ചുമതലയുള്ള ആൾക്കാർ, അവരെയൊക്കെ ഒന്നിച്ച് വിളിച്ചിരുന്നു. അത് എല്ലാ സ്ഥലത്തും നമ്മൾ ചെയ്ത എഫർട്ടിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയ വിജയമായിരുന്നു. കാരണം നമ്മൾ വിളിക്കാൻ കാത്തിരുന്നു എന്നുള്ളതാണോ അവർ, നമ്മൾ വിളിക്കാൻ കാത്തിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നത് അങ്കമാലി താലൂക്കിലും പറവൂർ താലൂക്കിലും നടന്ന പരിപാടികൾ, ഈ ജനശതാബ്ദിക്ക് പ്രത്യേകം ഈ സാമുദായിക സംഘടന അവരെ വിളിച്ചത് വലിയൊരു കാര്യം. അവരും എല്ലാവരും വന്നു, ഒരു പ്രാവശ്യം വിളിച്ചത് വന്ന് അവരുടെ ആശങ്കകൾ പങ്കുവച്ചു. അതാണ് ഏറ്റവും വലിയ കാര്യം. അതായത് ഇന്ന് നമ്മൾ ഹിന്ദു സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ പ്രചാര വിഭാഗം പ്രചരണമൊക്കെ നല്ല രീതിയിലായിരുന്നൊരു ഘട്ടമാണത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ രാഷ്ട്രത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട്, ഇപ്പോൾ 75 പോലെയോ 82 പോലെയോ ഒന്നും അല്ല. അതായത് മീഡിയയുടെയൊക്കെ സ്വാധീനം ജനങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സാമുദായിക സംഘടന നേതാക്കന്മാരും ക്ഷേത്ര ഭാരവാഹികളൊക്കെ സംഘവും വളർന്നിരുന്നു. അപ്പോൾ സംഘത്തിലാണ് അവരുടെ പ്രതീക്ഷയുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ നമ്മൾ വിളിച്ചപ്പോൾ തന്നെ വന്നു. അവർ ഒരുപാട് കാര്യങ്ങൾ, എല്ലാവരും അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷെ പിന്നെ അതിനെ സംബന്ധിച്ചൊരു വലിയൊരു ഫോളോ അപ്പ് ഒന്നും നമുക്ക് നടത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും ആ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഹിന്ദു നേതൃത്വ സമ്മേളനം എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ നല്ല വിജയമായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിനുശേഷം വരുന്ന ഒരു വലിയ സമ്പർക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണെന്ന് തോന്നുന്നു അല്ലേ ഇനി വരാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ സമ്പർക്കങ്ങളുടെ ഒരു ഭാഗമായിരുന്നു കേശവചന്ദ്രൻ എന്നുള്ളതുകൊണ്ട് ഈ സമ്പർക്കം എങ്ങനെയാണ് ആളുകളിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ പൊതുവേ സംഘത്തിന് മാറ്റം ഉണ്ടാക്കുന്നതെന്ന്?
അതായത് ഈ സമ്പർക്കം ശരിക്കും വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ്. ഒന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറി വീടിൻ്റെ ഉള്ളിലിരുന്ന് അവരോട് സൗഹൃദപരമായിട്ട് സംസാരിക്കുകയാണ്. അതിൽ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, പണ്ടൊക്കെ നമ്മൾ അപരിചിതരായിരുന്നു സംഘം, പക്ഷെ അപ്പോൾ അപരിചിതരല്ല, പരിചിതരാണ്. അതുമാത്രമല്ല, ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്, സംശയമുണ്ട്. പിന്നെ കേരളത്തിൽ നമ്മൾ സമ്പർക്കത്തിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആത്മവിശ്വാസമില്ലായ്മയാണ്. അതായത് കാര്യങ്ങളൊക്കെ അവർക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ അവർ ശക്തിയുടെ ഭാഗത്ത് നിൽക്കുള്ളൂ. എവിടെയാണോ ശക്തി, എവിടെയാണോ സ്വാധീനം, എവിടെയാണോ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്, ആ ഭാഗത്ത് അവർ നിൽക്കുള്ളൂ. അപ്പോൾ പ്രശ്നം ഈ നമ്മൾ നന്നായിട്ട് സമ്പർക്കം ചെയ്താൽ തീർച്ചയായിട്ടും ആ സമ്പർക്കം ചെയ്യാൻ, ആ സമ്പർക്കം നിലനിർത്തുകയും ചെയ്യണം, പിന്നീട് നിലനിർത്തുകയും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അതായത് ഇടുക്കിയിൽ നമ്മൾ സമ്പർക്കം ചെയ്ത സമയത്ത് നമുക്ക് ശാഖ തുടങ്ങാനായിട്ടുള്ള അവസരം കിട്ടി. അതുപോലെ സമ്പർക്കം ചെയ്യാൻ അവരെ വീണ്ടും വീണ്ടും നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാധീനം നമ്മൾ വർദ്ധിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അതുമാത്രമല്ല, ഈ പലരുടെ ഉള്ളിലും നമ്മൾ വീടുകളിൽ ചെന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ അത് ചലനങ്ങളുണ്ടാകും. പിന്നെ അതിനോട് സ്വന്തമായിട്ട് അവർ പല കാര്യങ്ങളും തേടും. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അതവർ സ്വന്തം തേടും. കാരണം ഇപ്പോൾ എന്തെങ്കിലും കാര്യം കണ്ടെത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനോ വായിക്കാനോ ബുദ്ധിമുട്ടില്ല. കാരണം മീഡിയ വളരെ ശക്തമാണ്. നമുക്ക് എന്തിനേയും തിരയാൻ സാധിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റിലോ യൂട്യൂബിലൊക്കെ എന്തിനേയും തിരഞ്ഞ് നമുക്ക് ശേഖരിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരുപാട് കാര്യമുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഈ മീനാക്ഷിപുര സംഭവം എന്ന് പറഞ്ഞ സമയത്ത് ഒരു ബൈഠക്കിൽ പറഞ്ഞു. പക്ഷേ അവിടെ പിന്നെ ഒരു സ്വയംസേവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് യൂട്യൂബിലൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ തിരഞ്ഞു, അതിൻ്റെ കാര്യങ്ങൾ നടന്നത് ഇന്ന സ്ഥലത്താണ്, ഇന്ന കാര്യങ്ങളാണ്, അതിൽ ഇത്ര പേര് തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും പുതുതലമുറയ്ക്ക് താല്പര്യമുണ്ട്. ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമ്പർക്കം വളരെ ഫലപ്രദമായിട്ട് പ്ലാൻ ചെയ്യണം. അതിന് കാര്യശാലകൾ ആവശ്യമാണ്. ഇത് എന്തിനു വേണ്ടി നടത്തണോ എന്നുള്ളതുള്ള ഒരു കാര്യം സ്വയംസേവകരിൽ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും സ്വയംസേവകരിൽ കർമ്മശേഷിയുണ്ട്, അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ശരിക്കും ആ സമ്പർക്കം മുതിർന്ന കാര്യകർത്താക്കന്മാർ തന്നെ ഒരു സ്പിരിറ്റായിട്ട് എടുക്കണം. അപ്പോൾ അവരുടെ ചുമതല സമ്പർക്കത്തിന് മുമ്പാണ്. അപ്പോൾ നമ്മുടെ വിജയദശമി 2-ാം തീയതി ആയിട്ട് കഴിയുന്നു മണ്ഡലങ്ങളിൽ. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിന്. അതെ, 2-3 ദിവസത്തെ ഗ്യാപ്പിനുള്ളിൽ നമ്മളിതെല്ലാം പ്ലാൻ ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പ് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം. ഏതായാലും സമ്പർക്കം അതിഗംഭീരമായിട്ടുള്ള വിജയമാകും. നമ്മളൊക്കെ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു, സമ്പർക്കത്തിന് പോകാനായിട്ടും തയ്യാറെടുത്ത് കഴിഞ്ഞു. പരമാവധി പേരെ പങ്കാളികളാക്കി നമ്മുടെ സമയമൊക്കെ വളരെ ബുദ്ധിപൂർവ്വം പ്ലാൻ ചെയ്ത്, ഫ്ലാറ്റുകളുണ്ട്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ പോയിട്ട് നമ്മൾ അനുവാദമൊക്കെ വാങ്ങിച്ച് പോകണം കാണാനായിട്ട്. റെസിഡൻഷ്യൽ ഏരിയകളുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഞായറാഴ്ചകൾ പൂർണ്ണമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെ സമ്പർക്കം ചെയ്യണം. അങ്ങനെ സമ്പർക്കം ചെയ്യുമ്പോൾ അനുഭവങ്ങൾ നമ്മൾ കുറിച്ചെടുക്കണം. ചില ഫോൺ നമ്പറൊക്കെ നമ്മൾ കുറിച്ചെടുക്കേണ്ടി വരും. അതിനുശേഷം നമുക്ക് തുടർ പ്രവർത്തനം നടത്താൻ സാധിക്കണം. അപ്പോൾ ഏതായാലും ഇന്ന് നമുക്ക് ഏറ്റവും ഒരു അനുകൂലമായൊരു സന്ദർഭം എന്ന് വെച്ചാൽ എല്ലാവരും സംഘത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. നമ്മൾ ചെല്ലാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഒന്ന് ഇപ്പോൾ പ്രവർത്തിക്കുന്നവർക്ക്, ഇപ്പോൾ ഉള്ള 20, 25, 30 വയസ്സുള്ള ആൾക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാവില്ല. ആ സമയത്ത് ഒന്നുമില്ലായ്മ സമയത്ത് പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങളൊക്കെ ഇടുക്കിയിലൊക്കെ അന്ന് യാതൊരു പ്രതീക്ഷയില്ലാത്ത സമയത്താണോ പോയി പ്രവർത്തിച്ചത്, പ്രചാരകമൊക്കെ ആയിട്ട് പോയതും. അപ്പോൾ ആ ഒരു അനുഭവം ഇപ്പോഴത്തെ അവസ്ഥ ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. അതായത് ഒരു വീട്ടിൻ്റെ ഉള്ളിൽ പോയി സംസാരിക്കാനായിട്ട് നമുക്ക് അത്ര കൂടുതൽ കഴിവോ അല്ലെങ്കിൽ പ്രതിഭയൊന്നും ആവശ്യമില്ല. അപ്പോൾ അവരോട് നേരിട്ട് നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളോട് പറയുന്ന മാതിരി നമുക്ക് കാര്യങ്ങൾ പറയാം. അവർക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടും. അപ്പോൾ പിന്നെ അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു വീട്ടിൽ അവരെ കണ്ടാൽ തന്നെ നമുക്കറിയാം, അവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ നിലവാരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി ക്രമേണ നമ്മുടെ കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരണം. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇടുക്കിയിലൊക്കെ നമ്മൾ സമ്പർക്കത്തിന് പോകുമ്പോൾ കർഷകരാണ്, നിരക്ഷരാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഈ ജോലി കൃഷിയാണ്. അപ്പോൾ കൃഷിയെപ്പറ്റിയായിരിക്കും നമ്മൾ സംസാരിച്ച് തുടങ്ങുന്നത്. കൃഷിയെപ്പറ്റി സംസാരിച്ച് തുടങ്ങി പതുക്കെ നമ്മൾ വിഷയത്തിലേക്ക് കൊണ്ടുവരും. പതുക്കെ വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ നാടിൻ്റെ കാര്യം, ഹിന്ദുക്കളുടെ കാര്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കഴിവുകൾ വളർത്തിയെടുക്കണം. ഹിന്ദുക്കളും എല്ലാ കാര്യങ്ങളിലും വിജയിക്കണം. പഴയ നമ്മുടെ പൂർവികരുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ സംഘത്തേക്ക്, അതിനു വേണ്ടിയാണ് സംഘം ശാഖ എന്നുള്ള നിലയ്ക്ക് അവരെ കൊണ്ട് എത്തിക്കും. അപ്പോൾ അവർ ചോദിക്കും, അപ്പോൾ തന്നെ ചോദിക്കും, ഇങ്ങനെയാണ്, ഇതാണ് RSS എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ശാഖപ്പൊക്കൂടെ പിള്ളേരെന്ന് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ശാഖപ്പൊക്കൂടെ എന്നവർ ചോദിക്കാറുണ്ട്. ഇതിനാണ് സംഘമെങ്കിൽ നിങ്ങൾക്ക് ശാഖപ്പൊക്കൂടെ. അങ്ങനെ തന്നെയാണ് നമുക്ക് പല സ്ഥലത്തും. ഞാൻ പറഞ്ഞു ബൈസന്മാരിലൊക്കെ കാരണന്മാരൊക്കെ CPM ഒക്കെ ആണെങ്കിലും ഒരുപാട് കുട്ടികളെ അമ്മമാർ ശാഖയിൽ വിട്ടിരുന്നു. കാരണം നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നിഷ്കളങ്ക ഭാവം, ഇപ്പോൾ തന്നെ ഹിന്ദുത്വം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മൾ അമ്മമാരെയൊക്കെ പോയിട്ടൊക്കെ അന്നെടുത്ത് അവർ ഈ വീടിൻ്റെ മുന്നിൽ തുളസിത്തറ ഉണ്ടാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹിന്ദു ആചാരങ്ങൾ നടപ്പാക്കാനും. കാരണം നമുക്ക് സങ്കടം തോന്നും. കാരണം അവർ ഓണത്തിൻ്റെ അന്ന് പോലും മത്സ്യമൊക്കെ പാകം ചെയ്യുന്ന വീടുകൾ ധാരാളമുണ്ട്. പക്ഷേ അതൊന്നും അങ്ങനെയല്ല, നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരമാണെന്നൊക്കെ ഈ സമ്പർക്ക വേളയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അനുഭവമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഏതായാലും 2025
നമ്മുടെ സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്ന വർഷമാണെന്നുള്ളൊരു സംശയമില്ല. അതിൽ ഈ സമ്പർക്കം എല്ലാതിൻ്റെ ഒരു വലിയൊരു തുടക്കമാകട്ടെ എന്ന് തോന്നുന്നു. നന്ദി നമ്മുടെ കൂടി സമയം ചെലവഴിച്ചതിന്. നമസ്കാരം.